ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുചക്ര വാഹനങ്ങൾ വിൽക്കുന്ന കമ്പനികളിൽ ഒന്നാണ് ഹോണ്ട. 2025 ഓട്ടോ എക്സ്പോയിൽ വെച്ച് ഹോണ്ട ആക്ടിവയുടെ ഇലക്ട്രിക് പതിപ്പ് ഉൾപ്പെടെ 2 ഇലക്ട്രിക് സ്കൂട്ടറുകൾ പുറത്തിറക്കിയിരുന്നു. ഇന്ത്യയിലല്ല, നമ്മുടെ അയൽ രാജ്യമായ ചൈനയിലാണ് ഹോണ്ട തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് ബൈക്ക് പുറത്തിറക്കിയത്. ഇവിഒ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മോഡൽ പ്രാദേശിക കമ്പനിയായ ഗോങ്ചൌ മോട്ടോഴ്സ് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് പുറത്തിറക്കിയിരിക്കുന്നത്. വുയാങ് ഹോൺ ബ്രാൻഡിന് കീഴിൽ വിപണിയിലെത്തുന്ന മോട്ടോർ സൈക്കിളിന്റെ വിലയും മറ്റ് സവിശേഷതകളും നമുക്കൊന്ന് നോക്കാം. ഹോണ്ട ഇവിഒ ഇലക്ട്രിക് ബൈക്കിൽ 2 തരം ബാറ്ററി പാക്കുകൾ ഉപയോഗിക്കുന്നു. 4.1 kWh, 6.2 kWh ബാറ്ററി പാക്കുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ചെറിയ 4.1 kWh ബാറ്ററി പാക്കിന്റെ സാക്ഷ്യപ്പെടുത്തിയ റേഞ്ച് ഫുൾ ചാർജിൽ 120 കിലോമീറ്റർ ആണ്. ചെറിയ ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യാൻ 1.5 മണിക്കൂർ എടുക്കും. ഒരു ഹോം ചാർജർ ഉപയോഗിക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന സമയമാണിത്. ഇത് ഒരു നല്ല കാര്യം എന്തെന്നാൽ ഇവിഒ പബ്ലിക് AC കാർ ചാർജർ ഉപയോഗിച്ചും ചാർജ് ചെയ്യാമെന്നതാണ്. രാജ്യത്താകമാനം 2.15 ദശലക്ഷം പൊതു AC കാർ ചാർജർ ഉണ്ട് എന്നാണ് കണക്ക്. വലിയ ബാറ്ററി പാക്ക് ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 170 കിലോമീറ്റർ ഓടുമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ഈ ബൈക്കിന്റെ ഭാരം 156 കിലോഗ്രാം ആണ്. ഈ ബാറ്ററി ഹോം ചാർജർ ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായും ചാർജ് ചെയ്യാൻ 2 മണിക്കൂറും 30 മിനിറ്റും എടുക്കും. ഒരു കാർ ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ 1.5 മണിക്കൂറിൽ ബാറ്ററി ചാർജ് ആകും. ഈ 2 വേരിയന്റുകളിലും ഒരേ തരത്തിലുള്ള ഇലക്ട്രിക് മോട്ടോറാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 15.3 kW വാട്ട് പവർ നൽകാൻ കഴിയുന്ന മോട്ടോർ വെറും 2.8 സെക്കൻഡിൽ 0 നിന്ന് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത കൈവരിക്കുമെന്നാണ് ബൈക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. മണിക്കൂറിൽ 120 കിലോമീറ്റർ ആണ് പരമാവധി വേഗത. ഇക്കോ, നോർമൽ, സ്പോർട്ട് എന്നിങ്ങനെ 3 വ്യത്യസ്ത റൈഡ് മോഡുകൾ ലഭ്യമാണ്. ഫ്യൂച്ചറിസ്റ്റിക് ഫോർമാറ്റിൽ കഫേ റേസർ സ്റ്റൈലിംഗിലാണ് ഈ സീറോ എമിഷൻ മോട്ടോർ സൈക്കിൾ വരുന്നത്. സർക്കുലർ ഹെഡ്ലാമ്പ്, കർവ്ഡ് വിൻഷീൽഡ്, ബാർ ആൻഡ് മിററുകൾ, സിംഗിൾ പീസ് സീറ്റ് എന്നിവയാണ് ബൈക്കിന്റെ പ്രധാനപ്പെട്ട ഡിസൈൻ ഹൈലൈറ്റുകൾ. സെമി സ്ലിക്ക് ടയറുകളിൽ പൊതിഞ്ഞ് 16 ഇഞ്ച് ഫ്രണ്ട്, 14 ഇഞ്ച് റിയർ അലോയ് വീലുകളാണ് അത് ഓടുന്നത്. സീറ്റ് ഉയരം 765 mm മാത്രമായതിനാൽ റൈഡർമാർക്ക് മികച്ച കൺട്രോളും ഹാൻഡ്ലിംഗും പ്രതീക്ഷിക്കാം. ഈ ബൈക്ക് ഒരു അലുമിനിയം ബോഡി ഫ്രെയിമിലാണ് പണിതിരിക്കുന്നത്. ഇത് ബൈക്കിനെ ശക്തവും ഭാരം കുറഞ്ഞതുമാക്കുന്നു. നാവിഗേഷൻ, മ്യൂസിക്, ടയർ പ്രഷർ, ബാറ്ററി ചാർജർ, നില തുടങ്ങിയ മറ്റു വിവരങ്ങൾ ആക്സസ് ചെയ്യുന്നതിനായി 7 ഇഞ്ച് TFT മെയിൻ സ്ക്രീനും TFT സബ് സ്ക്രീനും നൽകിയിട്ടുണ്ട്. ബേസ് വേരിയന്റിന് ഫ്രണ്ട് ഡാഷ് ക്യാം ലഭിക്കുമ്പോൾ ടോപ്പ് വേരിയന്റിൽ ഫ്രണ്ട്, റിയർ ഡാഷ് ക്യാം ലഭിക്കും. ഹോണ്ട ഇവിഒ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ ബേസ് വേരിയന്റിന് 29,999 ചൈനീസ് യുവാനാണ് വില. ഇത് ഏകദേശം 3,59,000 ഇന്ത്യൻ രൂപയോളം വരും. വലിയ ബാറ്ററി ലഭിക്കുന്ന ടോപ്പ് സ്പെക് വേരിയന്റിന്റെ വില 36,999 രൂപയാണ്. ഇന്ത്യൻ കറൻസിയിലേക്ക് വരുമ്പോൾ അത് 4,39,000 ആകും. നിലവിൽ ചൈനയിൽ മാത്രമാണ് ഈ മോട്ടോർ സൈക്കിളുകൾ ലഭ്യമാവുക. ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമോ എന്ന കാര്യം ഇപ്പോൾ പറയാനും സാധിക്കുകയില്ല.